ഇന്നത്തെ യോഗത്തിൽ 14 പേർ വന്നിട്ടില്ല. എല്ലാ യോഗങ്ങളിലും ഒരു 5% ആൾക്കാർ വരില്ല. നിങ്ങളുടെ പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനങ്ങളിൽ 100% ആൾക്കാർ വരുമോ? രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ യോഗങ്ങളിൽ 100% ആൾക്കാർ വരുമോ? പാർലമെന്റ് നടക്കുമ്പോൾ പോലും 100% ആൾക്കാർ വരില്ല. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് നിങ്ങൾക്കൊരു മടുപ്പ് വരുന്നില്ലേ? എന്താ നിങ്ങൾ രാവിലെ മുതൽ കൊടുത്ത് 3 ദിവസമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്? സംസ്ഥാനം ഞാൻ പറയട്ടെ, നിങ്ങൾ കൊടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ ആ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? നിങ്ങൾ എന്താ പറഞ്ഞത്? 3 ദിവസമായിട്ട് നേതൃമാറ്റം അങ്ങനെ എറിയുന്നു, ഇങ്ങനെ ആഞ്ഞടിക്കുന്നു. എന്താണ് ആഞ്ഞടിച്ചത്? ആരാണ് ആഞ്ഞടിച്ചത്? ഓരോ സമയം കഴിയുമ്പോൾ നിങ്ങൾ വിഷയങ്ങൾ മാറ്റാണ്. അതൊരു മീഡിയ എത്തിക്സിന് നല്ലതാണോ നിങ്ങൾ നോക്കും. പ്രധാനമായിട്ടും പാലക്കാട്ടെ പരാജയമായിട്ട് ബന്ധപ്പെട്ട ഒരു പരസ്യ വിമർശനം സ്ഥാനാർത്ഥി പാടിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. ഒന്ന് നിങ്ങളുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്, ഒന്ന് നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണാണ്. ദേശീയ നിർവാഹക സമിതി അംഗമല്ല. ആരാണ് ദേശീയ നിർവാഹക സമിതി? ദേശീയ നിർവാഹം 2-3 ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ആദ്യം അതെങ്കിലും ശ്യാമേ, BJPക്ക് എത്ര, കേരളത്തിൽ നിന്ന് എത്ര ദേശീയ നിർവാഹക സമിതി അംഗങ്ങളുണ്ട്? ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം വാർത്തകൾ റിപ്പോർട്ട്. അതെ, നിങ്ങൾ പോയി പറയിപ്പിക്കുന്നതല്ലേന്ന്. നിങ്ങൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച അല്ലല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു. അതായത് കൗൺസിലർമാർക്കെതിരെ ഏഷ്യാനെറ്റിൽ പോയിട്ട് കൗൺസിലർമാർക്കെതിരെ നടപടി വരുന്നു. ആര് പറഞ്ഞു നടപടി വരുന്നു? അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കാം. കൗൺസിലർമാർക്കെതിരെ പരാതി കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നു. അപ്പൊ കൗൺസിലർമാർ പറയില്ലേ ഞങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല? അല്ല, പാലക്കാടും ചേലക്കരയും വയനാടും ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ ഉള്ളൂ. അതിനുമുമ്പ് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങള് ഞാനിപ്പോ നേതൃമാറ്റം എനിക്കിപ്പോ ഞാൻ വൈകുന്നേരം തിരക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അല്ലല്ല, നിങ്ങൾ കുറെ പേര് കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തുന്ന ഒരു വാർത്തയ്ക്ക് ഞാൻ മറുപടി പറയാം. നിങ്ങൾ പിതൃശൂന്യമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ട് എന്നോട് നിങ്ങൾ മറുപടി ചോദിക്കരുത്. എത്ര കാലമായി നിങ്ങൾ ഈ പ്രവൃത്തി? 2020 ഫെബ്രുവരി 15 മുതൽ നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് എന്ത് ആധികാരികതയാണുള്ളത്? ആരാണ് നിങ്ങളെ നയിക്കുന്നത്? സത്യസന്ധതയുടെ ഒരു അംശം പോലും വേണ്ട ഒരു വാർത്ത കൊടുക്കുമ്പോൾ. അതൊന്നും ചെയ്യാതെ പിന്നെ എന്നോട് വന്ന് ചോദ്യം ചെയ്യും. ഞാനാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരില്ല. ഇത്രയും കള്ള വാർത്ത കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റുന്നത്? അല്ല, ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റും? അല്ല, ഞാൻ അറിയാത്തോണ്ടേക്ക് ഇത്രയും പച്ചക്കള്ളങ്ങൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്ന് ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സംഘടനയെ നോക്കാനല്ലേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ജോലിയല്ലേ? അതെന്താണ്? സംഘടനയെ നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ല, പാർട്ടി പ്രവർത്തകരെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ സംസ്ഥാന നേതൃത്വത്തെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പൊ കിട്ടാനുള്ളത്? നിങ്ങളോട് ആരും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കാം. എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത് സാറിന്, താങ്കളെ പോലുള്ള ആൾക്കാരുടെ വിടുവായത്തം കേട്ടിട്ട് നടപടി എടുക്കാനുള്ളതാണ് പാർട്ടി? ആയിക്കോട്ടെ, ആണോ? ചുമ്മാ വെറുതെ എന്നെ കൊണ്ട് പ്രകോപനം. അല്ലല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത. ഞാനിപ്പോ BJPക്ക് അകത്ത് ഒരാൾ പരസ്യ പ്രസ്താവന നടത്തിയാൽ നിങ്ങൾ വാർത്ത കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ 72 മണിക്കൂറായി നിങ്ങളെല്ലാം സംപ്രേഷണം ചെയ്ത വാർത്തകൾ ഒരല്പം നിങ്ങളുടെ നിഘണ്ടുവിൽ ലജ്ജ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് എടുത്ത് അടിച്ചു നോക്ക്. ഇത് മര്യാദയല്ല, ഇതിന് വേറെ പണിയെന്നാണ് പറയുന്നത്. ഇത് മാധ്യമ പ്രവർത്തനമല്ല. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും ഒരല്പമെങ്കിലും സത്യസന്ധത പുലർത്തണം. ഏത് കാര്യം പറയുമ്പോഴും എഴുതുമ്പോഴും ഒരല്പമെങ്കിലും. നിങ്ങൾ 100% ഹരിശ്ചന്ദ്രനാവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ സത്യത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടാവണം. അത് നിങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് നിർഭാഗ്യവശാൽ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത്.